ഞാനൊരു കഥ പറയാം. കഥയെന്ന് പറഞ്ഞാൽ കഥയെന്നും വിചാരിക്കാം, നടന്ന കാര്യമാണെന്നും വിചാരിക്കാം. ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അടവച്ച് വിരിയിക്കുമല്ലോ. ഒരു 11 മുട്ട അടവയ്ക്കും. അപ്പോൾ അമ്മക്കോഴി ഇങ്ങനെ അടയിരുന്ന് 11 മുട്ടയും വിരിഞ്ഞു. അപ്പോൾ ഉറ്റാലിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുമല്ലോ, പരുന്തും കാക്കയൊന്നും കൊണ്ടുപോകാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ആൾ കൂടെ ഉള്ളപ്പോൾ തുറന്നു വിട്ട് അവരെ കൂടെ നടക്കും. അപ്പോൾ 11 കുഞ്ഞുങ്ങളും കാണാൻ നല്ല രസമാണ്. 11 കളറിലിങ്ങനെ മുട്ടകൾ ഓടി നടക്കും പോലെ, കൈയും കാലും ഉള്ള മുട്ട പോലെ ഇങ്ങനെ ഓടി നടക്കും പോലെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വലുതായല്ലോ. അപ്പോൾ ഉറ്റാലെന്നാണ് പറയുന്നത്, അമ്മ കോഴിയും കുഞ്ഞുങ്ങളെയും കൂടി അതിനകത്ത് ഇങ്ങനെ ഉറ്റാൽ വെച്ച് അടയ്ക്കും. അങ്ങനെ അടച്ചപ്പോൾ ഒരബദ്ധം പറ്റി. ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാല് ഉറ്റാലിൻ്റെ അടിയിലായിപ്പോയി. അങ്ങനെ അതിൻ്റെ പിഞ്ച് കാലല്ലേ, കാലിന് ഒടിവ് പറ്റി. അതിന് പിന്നെ നടക്കാൻ പറ്റില്ല, സ്വയം ഭക്ഷണം തേടി കഴിക്കാൻ പറ്റില്ല, അമ്മയുടെ പുറകെ പോകാൻ പറ്റില്ല. അപ്പോൾ അത് ചത്തുപോകുമെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഈ കോഴി അടവച്ച് വിരിയിച്ച ആളുണ്ടല്ലോ, ഈ അമ്മ കോഴിക്ക് നോക്കാൻ പറ്റില്ല. ആ അമ്മയ്ക്ക് മനസ്സിലായി, കോഴിയെ വളർത്തുന്ന അമ്മയ്ക്കും മനസ്സിലായി ഇതിനി രക്ഷപ്പെടില്ല, കാര്യം ഭക്ഷണം തേടി കഴിക്കില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ചോദിച്ചു, ഇതിനെ എനിക്ക് തരാമോ? ഏതായാലും ചത്തുപോകും, എനിക്ക് തരാമോ? ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആ കോഴിക്കുഞ്ഞിനെ നീ എടുത്തോന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. മനസ്സിലായ? ആ വയ്യാത്ത കോഴിക്കുഞ്ഞിനെ, സ്വയം നടക്കാൻ പറ്റാത്ത കോഴിക്കുഞ്ഞിനെ കൊണ്ട് നടന്ന് ഈ ചിതലുണ്ടല്ലോ, അതൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തേടി പിടിച്ച് കുഞ്ഞു കുഞ്ഞു പുഴുക്കളെയൊക്കെ തേടി പിടിച്ച് അതിനിങ്ങനെ ഭക്ഷണം കൊണ്ട് നടന്ന് തറയിലാക്കി അത് നടക്കാൻ പറ്റില്ല, വീണു പോകും. അങ്ങനെ കൊണ്ട് നടന്ന് അതിനെ വളർത്തി. പിന്നെ പയ്യെ ഒരു കാലിങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോകും, നടക്കാൻ പറ്റില്ല, ഒരു കാലിങ്ങനെ വലിച്ചഴിച്ച് ഇഴഞ്ഞ് പോയി ഭക്ഷണങ്ങൾ കഴിക്കും. നമ്മൾ ചോറോ അരിയോ ഒക്കെ ഇട്ട് കൊടുത്ത് അത് കഴിക്കും. അങ്ങനെയായി. അത് ഒരു പെടക്കോഴിയായിരുന്നു. കുറച്ചുകൂടിയൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ തന്ന ആളിന് തോന്നി തിരിച്ചെടുക്കണമെന്ന്. ചത്തുപോകുന്നല്ലേ വിചാരിച്ചേ, തിരിച്ചെടുക്കണമെന്ന് തോന്നി. അങ്ങനെ തിരികെ ചോദിച്ചു, കൊണ്ടു നടന്ന് ഇത്രയും വളർത്തിയതല്ലേ, പ്രാണം പോണ സങ്കടം തിരികെ കൊടുക്കാൻ. ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൂക്ഷിച്ച്, ഞാനെന്നാണ് എൻ്റെ വായിലിപ്പോൾ വന്ന്, അങ്ങനെ സൂക്ഷിച്ച് വെച്ച് പ്രത്യേകം അടച്ച് അതിനെ വളർത്തി മുട്ടയിടാനും തുടങ്ങി. കുറച്ച് മുട്ടകളും ഒക്കെ ഇട്ടത് പാവം. അതിനുശേഷം ഈ വളർത്തിയ പെൺകുട്ടി സ്കൂളിൽ പോകുമല്ലോ. ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ആ കോഴിക്കുഞ്ഞിനെ കാണാനില്ല. ആ സങ്കടം പറഞ്ഞാൽ തീരില്ല. ആ കോഴിക്കുഞ്ഞല്ല, മുട്ടയിട്ട് തുടങ്ങി കുറച്ച് വലുതായില്ലേ, കൊന്നു കറി വെച്ച് കഴിച്ചു. ആ കൊണ്ടു നടന്ന് വളർത്തിയ, പ്രാണം കൊടുത്ത് വളർത്തിയ ആ കുട്ടിക്കത് താങ്ങാൻ പറ്റുമോ? ഈ ജന്മം ഇതൊരു കോഴിക്കുഞ്ഞാണ് എങ്കിലും കൊണ്ടു നടന്ന് വളർത്തിയതല്ലേ. ആ സങ്കടം തീരില്ല. ഓരോ കോഴിയെ കാണുമ്പോഴും എന്ത് പറയാനാ.